സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ കിരീടമോ ചെങ്കോലോ കമ്മീഷണറോ അല്ല. ഈ സിനിമകളിലൊക്കെ ഒരു നായകൻ കാണും, ഒരു വില്ലൻ കാണും. വില്ലൻ നായകനെതിരെ എന്തെങ്കിലും ദ്രോഹം ചെയ്തിട്ടുണ്ടായിരിക്കും. സോ നായകൻ വില്ലനെതിരെ പ്രതികാരവും ചെയ്യും. ഇനി സ്റ്റോക്ക് മാർക്കറ്റിലാണെങ്കിൽ നിങ്ങൾക്കിപ്പോൾ നഷ്ടം വന്നിരിക്കുന്നത് യെസ് ബാങ്കിലോ അല്ലെങ്കിൽ DHFLോ റിലയൻസ് കമ്മ്യൂണിക്കേഷൻസിലോ JP അസോസിയേറ്റിലോ സ്വിസ്ലോണിലോ ആണെന്നുണ്ടെങ്കിൽ ആ സ്റ്റോക്കിലൂടെ തന്നെയല്ല ആ ലോസ് റീകവർ ചെയ്യേണ്ടത്. അതായത് ഒരിക്കൽ ഈ സ്റ്റോക്സ് ഒക്കെ വാങ്ങിച്ചിട്ട് നഷ്ടത്തിന് എക്സിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ സ്റ്റോക്ക് തന്നെ വീണ്ടും വാങ്ങിച്ചിട്ടാവരുത് ആ ലോസ് റീകവർ ചെയ്യാനായിട്ട്. സോ സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ഒരു സിനിമയല്ല പകരം വീട്ടാനായിട്ട്. സിനിമയിൽ വില്ലൻ എന്തെങ്കിലും ദ്രോഹം നായകനോട് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ വില്ലനോട് തന്നെയാണ് നായകൻ പ്രതികാരം വീട്ടുന്നത്, അല്ലാതെ വഴിയെ പോയവരോടല്ല. ഇനി സ്റ്റോക്ക് മാർക്കറ്റിലാണെങ്കിൽ നിങ്ങൾക്കിപ്പം കുറച്ച് ബഞ്ച് ഓഫ് സ്റ്റോക്സിലോ അല്ലെങ്കിൽ ഒരു സ്റ്റോക്കിലോ വലിയൊരു നഷ്ടം വന്നിട്ടുണ്ടെങ്കിൽ ആ സ്റ്റോക്ക് തന്നെ വീണ്ടും വീണ്ടും വാങ്ങിച്ചിട്ടല്ല ആ ലോസ് റീകവർ ചെയ്യേണ്ടത്. ഒരു സ്റ്റോക്കിൽ ലോങ് ടേമിലും വലിയ ലോസ് തന്നെയാണ് നിങ്ങൾക്ക് സംഭവിക്കുന്നതെന്നുണ്ടെങ്കിൽ അതിനർത്ഥം ആ കമ്പനിക്കോ അല്ലെങ്കിൽ ആ സ്റ്റോക്കിനോ എന്തെങ്കിലും കുഴപ്പമുണ്ടെന്നുള്ളതാണ്. സോ ബെറ്റർ സ്റ്റോക്കിലോട്ട് സ്വിച്ച് ചെയ്യാണ് വേണ്ടത്, അല്ലാതെ ആ സ്റ്റോക്കിൽ തന്നെ വീണ്ടും റീഇൻവെസ്റ്റ് ചെയ്തിട്ടോ അല്ലെങ്കിൽ കൂടുതൽ ആവറേജ് ചെയ്തിട്ടല്ല ആ ലോസ് റീകവർ ചെയ്യേണ്ടത്.